നമസ്കാരം, എല്ലാവർക്കും TV9 മലയാളത്തിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകകപ്പ് ഇനി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഫുട്ബോൾ ലോകകപ്പിൻ്റെ ലൈവ് സ്ട്രീമിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ലൈവിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പ്രാവശ്യം C5 അതുപോലെ സീഡ് തന്നെ Unite 8 എന്ന് പറഞ്ഞ സ്പോർട്സ് ചാനൽ അത് അവർ ഉടനെ ലോഞ്ച് ചെയ്യും. ഇപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ജൂൺ 11-ാം തീയതിയാണ്. ഇന്ന് ജൂൺ 4-ാം തീയതിയാണ്. 7 ദിവസം കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോകകപ്പ് ആരംഭിക്കാം. നമുക്ക് ലോകകപ്പൊക്കെ നടക്കുമ്പോഴും നമ്മൾ ഈ ഫുട്ബോൾ ലോകകപ്പൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഉള്ളത് നമ്മൾ സ്വന്തമായിട്ടൊരു ടീം, അതായത് ഇന്ത്യൻ ടീം ഇനി എന്ന് പ്രതിനിധീകരിക്കുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ കുഞ്ഞുനാളായ സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ സ്പെയിൻ ലോകകപ്പ് ഉയർത്തിയ സമയത്ത് കൃത്യം വർഷം 2010 ലോകകപ്പ് തോന്നുന്നു. 2010 ലോകകപ്പിൽ സ്പെയിൻ ഉയർത്തിയ സമയത്തൊക്കെ ഞാൻ അന്ന് ഫുട്ബോളിനോടുള്ള ആവേശം, അതിന് മുമ്പ് ഇറ്റലി ലോകകപ്പ് നേടിയപ്പോഴും 2006 ഇറ്റലി ലോകകപ്പ് നേടിയപ്പോഴും ഞാൻ അന്ന് കണ്ടുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഒരു 10 വർഷം കഴിയുമ്പോൾ, 2016 ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 2018 ആകുമ്പോഴത്തേക്ക് ഇന്ത്യയെ പ്രതിനിധീകരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ സംഭവം ഉണ്ടായില്ല. 2018 കഴിഞ്ഞു. ഇനി അതും കഴിഞ്ഞപ്പോൾ 2026 എത്തി 48 ടീമുകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടും ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയും വലിയ ഒരു രാജ്യം, ലോകത്തിലെ 7ാമത്തെ രാജ്യമാണ്, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്, 7ാമത്തെ വലിയ രാജ്യം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം, ഇതേവരെ പ്രതിനിധീകരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും മലയാളികൾ ഇപ്പോൾ എന്ത് ചെയ്യും? അവരവരുടെ ഇഷ്ട ടീമുകൾ, അവരുടെ ഇഷ്ട താരങ്ങൾ നയിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ട താരങ്ങൾ ഭാഗമായിട്ടുള്ള ടീമുകൾ, ഇപ്പം നെയ്മറെ ആരാധിക്കുന്നവർ ബ്രസീലിനും, പണ്ടുതൊട്ടേ ബ്രസീലിന് നിരവധി ആരാധകരുണ്ട്. അതേപോലെ തന്നെ അർജന്റീനയ്ക്കും ലയണൽ മെസ്സിയുടെ ആരാധകർ അർജന്റീനയെ പിന്തുണയ്ക്കുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകർ പോർച്ചുഗലിനെ പിന്തുണയ്ക്കുന്നു. പിന്നെ അവരവരുടെ ഇഷ്ട ടീമുകളായ ജർമ്മനി, യൂറോപ്യൻ ടീമുകളോടുള്ള ഉള്ള ഒരു ഇഷ്ടം കൊണ്ട് ജർമ്മനിയും മറ്റ് ടീമുകളെയെല്ലാം ഇംഗ്ലണ്ടിനും വലിയൊരു ആരാധക വൃന്ദമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവരെല്ലാവരും മറ്റ് ടീമുകളെ നമുക്ക് അവരെ പിന്തുണയ്ക്കേണ്ട സ്ഥിതിവിശേഷമാണ്. കാരണം ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോഴും ഡെവലപ്മെൻറ്റ് പാതയിലാണ്. ഇപ്പോഴും പ്രോപ്പറായിട്ട് ഡെവലപ്മെൻറ്റ് സാധിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മൾ കഴിഞ്ഞൊക്കെ ഈ പറയുന്ന ISL എങ്ങനെയോ തട്ടിക്കൂട്ടി നടത്തി സംഘടിപ്പിച്ചു എന്നും മാത്രമേ പറയുള്ളൂ. സ്ഥിതി അത്രയ്ക്ക് പരിതാപകരമാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ. ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അല്ലെങ്കിൽ ഏഷ്യ കപ്പിൽ പോലും മര്യാദയ്ക്ക് യോഗ്യത നേടാൻ സാധിക്കാത്ത സിറ്റുവേഷനാണ് ഇന്ത്യൻ ഫുട്ബോളിനുള്ളത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു നിരാശയുണ്ട്. അതായത് നമ്മുടെ ടീം, നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ ടീം ഇതേപോലത്തെ വലിയൊരു കായിക മാമാങ്കത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർ നമുക്ക് വലിയൊരു, പ്രത്യേകിച്ച് മലയാളികൾ, ഫുട്ബോളിനെ ഇത്രയും നെഞ്ചിലേറ്റിയ മലയാളികൾക്ക് വലിയൊരു സങ്കടമുണ്ട്. അപ്പം അങ്ങനെ സങ്കടം നിൽക്കുമ്പോഴും ചെറിയൊരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരൻ, ഇപ്പം നേരത്തെയൊക്കെ പറയുന്നതാണ്, ഞാൻ അതിന് മുമ്പ് നേരത്തെയൊക്കെ പറയുന്നതാണ്, ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോലും അവിടെ ഒരു മലയാളിയോ അവിടെ ഒരു ഇന്ത്യക്കാരനുണ്ട്, പ്രത്യേകിച്ച് മലയാളി ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇത്തവണത്തെ ലോകകപ്പിൽ ഒരു മലയാളി സാന്നിധ്യമുണ്ട്. ഒരു മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യക്കാരും അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരും ഈ പറയുന്ന ലോകകപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതൊരു ചെറിയൊരു ആശ്വാസം നമുക്ക് നമ്മുടെ രാജ്യം പങ്കെടുക്കാത്തതിൽ അല്ലെങ്കിൽ രാജ്യം പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ നിന്ന് ഒരു ചെറിയ നിരാശയിൽ നിന്ന് ഒരു ആശ്വാസമാണ് ഈ പറയുന്ന ഈ ഒരു 4 ഇന്ത്യൻ വംശജർ ലോകകപ്പിൻ്റെ വിവിധ ടീമുകൾക്ക് ഭാഗമാകുമ്പോൾ അതിൽ ഒരാൾ മലയാളിയും കൂടിയാകുമ്പോൾ, മലയാളിയുടെ പേര് തഹസിൻ മുഹമ്മദ് ജംഷിദാണ്. 19 വയസ്സുകാരനാണ്. കണ്ണൂർ വളപ്പട്ടം സ്വദേശിയാണ്. വളപ്പട്ടം സ്വദേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിലേക്ക് കുടിയേറിയതാണ്. ഖത്തർ സ്വദേശിയാണ്. ഖത്തറി അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉള്ള വ്യക്തിയാണ് 19 വയസ്സുള്ള തഹസിൻ. പക്ഷെ കുടുംബം എല്ലാം വേരെല്ലാം കണ്ണൂർ വളപ്പട്ടണത്തിലാണ്. 1996 ഈ പറയുന്ന തഹസിൻ്റെ കുടുംബം ഖത്തറിലേക്ക് കുടിയേറുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നു തഹസിൻ്റെ പിതാവ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫുട്ബോൾ താരമായിരുന്നു, ആസ്പയർ ഫുട്ബോൾ താരമായിരുന്നതൊക്കെ നമുക്ക് റിപ്പോർട്ടുകളിലൊക്കെ കാണാൻ സാധിക്കും. ആസ്പയർ ഫുട്ബോൾ അക്കാഡമിയിലൂടെയാണ് തഹസിൻ വളർന്നു വന്നത്. നിലവിൽ ഖത്തറിലെ ഫുട്ബോൾ ലീഗിലെ പ്രമുഖ ക്ലബ്ബായ അൽ ദുഹൈലിന് വേണ്ടിയാണ് വിങ് താരമാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു യങ് ആസ്പയറിംഗ് താരമാണ്, ഒരു വളർന്നു വന്നിരിക്കുന്നത്. ഖത്തറിൽ നമുക്ക് കാരണം കഴിഞ്ഞ ലോകകപ്പിൽ അവർ ആതിഥ്യം വഹിച്ചെങ്കിലും ഒരു എതിരാളികളെ വിറപ്പിച്ച ഒരു ടീം തന്നെയാണ്. എനിക്ക് തോന്നുന്നു അർജന്റീനയ്ക്കെതിരെ ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് ഖത്തർ. അപ്പം അങ്ങനെ നിൽക്കുന്ന
അല്ല, അർജന്റീനയ്ക്കെതിരെ അത് എൻ്റെ ഭാഗം വേറൊരു ടീമാണ്, സൗദി അറേബ്യ എന്ന് തോന്നുന്നു അർജന്റീനയ്ക്കെതിരെ ജയം നേടിയത്. എന്നിരുന്നാലും ഖത്തറിനെ പോലെ ഒരു ടീമിലേക്ക് പ്രതിനിധീകരിച്ചുകൊണ്ട് ലോകകപ്പിലേക്ക് ഒരു മലയാളി വരുമ്പോൾ അത് നമുക്ക് വലിയൊരു അഭിമാനം തന്നെയാണ്. നമുക്കുണ്ടാവും. നമ്മുടെ രാജ്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വംശജനായ ഒരാൾ അവിടെ പ്രതിനിധീകരിക്കും, നമുക്ക് അഭിമാനിക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ ആശ്വാസമാണ്. ഇപ്പം ഈ പറയുന്ന തഹസിൻ മുഹമ്മദ് ജംഷീദ് മാത്രമല്ല, ഇനിയുമുണ്ട് 3 പേര് ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ വംശജരായ ബാക്കി 3 പേരുകളുണ്ട്. അവരാരൊക്കെയാന്ന് നോക്കാം. നിഷാൻ വേലുപ്പിള്ള, അതായത് നിഷാൻ വേലുപ്പിള്ളയുടെ അമ്മ ഗില്ലിയാൻ ആംഗ്ലോ ഇന്ത്യൻ വംശജയാണ്. നിഷാന്റെ പിതാവ് ശ്രീലങ്കൻ മലേഷ്യൻ പശ്ചാത്തലമുള്ള ആളാണ്. നിഷാൻ ആണെങ്കിൽ ഓസ്ട്രേലിയൻ ടീമിനെയാണ്. 25 വയസ്സാണ് നിഷാൻ വേലുപ്പിള്ള. അവിടെ ഓസ്ട്രേലിയയിൽ മെൽബൺ വിക്ടറി ക്ലബിൻ്റെ വിങ്ങർ താരമാണ്. പിന്നെ 2024 ചൈനയ്ക്കെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലാണ് താരം ആദ്യമായിട്ട്, അതായത് നിഷാൻ വേലുപ്പിള്ള ആദ്യമായിട്ട് ഈ പറയുന്ന ഓസ്ട്രേലിയൻ്റെ പ്രധാന സ്ക്വാഡിലേക്ക് ഇടം നേടുന്നത്. പിന്നെ ആ മത്സരത്തിൽ അന്ന് ഗോൾ അടിക്കുകയും ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ അത്യാവശ്യം ചിലർക്ക് പരിചയമുള്ളൊരു താരമാണ് സർപ്രീത് സിംഗ് എന്ന് പറയുന്നത്. ന്യൂസിലാൻഡിന് വേണ്ടിയാണ്. പഞ്ചാബി, നമുക്കറിയാം പഞ്ചാബി കുടുംബ പാരമ്പര്യമായിട്ട് പഞ്ചാബി പേരുള്ള താരം കൂടിയാണ് സർപ്രീത് സിംഗ്. 27 വയസ്സുള്ള സർപ്രീത് സിംഗ് ആണെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. നമുക്ക് ബയൺ മ്യൂണിക്കിൻ്റെ അവരുടെ റിസർവ് ടീമിലൊക്കെ ഭാഗമായിട്ടുള്ള താരം തന്നെയാണ് സർപ്രീത് സിംഗ്. നിലവിൽ ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടൺ ഫീനിക്സിനായിട്ട് കളിക്കുന്നു. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഈ സർപ്രീത് സിംഗ് ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്കെതിരെ ഒരു ഇന്റർകോണ്ടിനെന്റ് 2018 നടന്ന ഇന്റർകോണ്ടിനെന്റ് കപ്പിൽ ന്യൂസിലാൻഡിന് വേണ്ടി സർപ്രീത് സിംഗ് കളിച്ചിട്ടുണ്ടായിരുന്നു. അന്നായിരുന്നു സർപ്രീത് സിംഗ് ആദ്യമായിട്ട് തൻ്റെ രാജ്യാന്തര ഗോൾ നേടുന്നത്. 27 വയസ്സുള്ളതാണ്. ന്യൂസിലാൻഡിന് വേണ്ടിയാണ് പ്രതിനിധീകരിക്കുന്നത്. പിന്നെ അടുത്ത താരം എന്ന് പറയുന്നത് സാമുവൽ മുത്തുസ്വാമി. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, തമിഴ്നാട് വംശജനാണ്. തമിഴ്നാട് സ്വദേശിയായ പിതാവിൻ്റെയും അമ്മ കോങ്കോ സ്വദേശിയുമാണ്. ഫ്രാൻസിലാണ് സാമുവൽ മുത്തുസ്വാമി ജനിച്ചു വളർന്നത്. ഫ്രഞ്ച് ലീഗിലെ നാൻറ്റസ് എന്ന് പറഞ്ഞ ക്ലബിലാണ് കളിക്കുന്നത്. നാൻറ്റസ് ഫ്രഞ്ച് ലീഗിലെ പ്രധാന ക്ലബ്ബാണ്. ഫ്രഞ്ചിലാണെങ്കിൽ ഫ്രാൻസിൽ ജനിച്ചു വളർന്നെങ്കിലും കോങ്കോ ടീമിനെ ആണ് പ്രതിനിധീകരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത്രയും പേര്, അതായത് തഹസിൻ മുഹമ്മദ് ജംഷീദ്, നിഷാൻ വേലുപ്പിള്ള, സർപ്രീത് സിംഗ്, സാമുവൽ മുത്തുസ്വാമി, ഇങ്ങനെ ഇത്രയും 4 പേരാണ് നമുക്ക് ചെറിയൊരു ആശ്വാസം നൽകിക്കൊണ്ട് ഫിഫ ലോകകപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ വംശം. അതിലൊരാളും മലയാളിയും കൂടെ ആകുമ്പോൾ നമ്മുടെ അഭിമാനം ഒന്നുകൂടെ കൂടും. ഇപ്പം നമ്മൾ ചോദിക്കുമായിരിക്കും, നിങ്ങൾക്ക് മനസ്സിൽ തോന്നാവുന്ന കാര്യം ഇവർ മാത്രമേ ഉള്ളൂ, ഇതിനു മുമ്പ് ആരും ലോകകപ്പിൽ അല്ലെങ്കിൽ ഇന്ത്യ ലോകകപ്പിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയെ കൂടാതെ വേറെ ആരും, അല്ലെങ്കിൽ ഇന്ത്യൻ വംശത്തിന് മുമ്പ് ഇന്ത്യക്ക് പ്രതിനിധീകരിക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത് മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വികാസ് ദൊരാസു എന്ന് പറയുന്ന ഫ്രാൻസിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. 2006 ലോകകപ്പിലാണ് ഇന്ത്യൻ വംശജൻ കളിക്കുന്നത്. അപ്പം പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഖത്തർ ലോകകപ്പിലേക്ക് ചില ടീമുകളുടെ ഭാഗമായിട്ടുള്ള താരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഇന്ത്യൻ വംശജവുമായി ബന്ധപ്പെട്ട താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, UAEയും അങ്ങനത്തെ രീതിയിൽ. എന്നിരുന്നാലും ഇപ്പം നമുക്കൊരു ചെറിയ ആശ്വാസം, നമ്മുടെ കണ്ണൂർ വളപ്പട്ടണത്തുള്ള അവരുടെ കുടുംബമുള്ള തഹസിൻ മുഹമ്മദ് ജംഷീദ് ലോകകപ്പിൻ്റെ ഭാഗമാകുക എന്ന് പറയാൻ നമുക്കും അഭിമാനിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഇന്ത്യയുടെ ലോകകപ്പ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരാണ് തഹസിൻ. ഈ തഹസീനൊക്കെ നമ്മുടെ ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞ് ഇപ്പോൾ 19 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ തഹസീനൊക്കെ ഇനി ഒരു 10 വർഷം 29 വയസ്സാകുമ്പോൾ നല്ലൊരു മിഡ്ഫീൽഡർ താരമായി നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞ് ലോകകപ്പിന് പ്രതിനിധീകരിക്കാൻ സാധിക്കുമോ ഇല്ലയോ അറിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.